ചീസൊക്കെ കണ്ട അടിപൊളി 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 അടിപൊളി. ചൂടോടെ ഇത് തിന്നാലാണ് രസം ഉണ്ടാവുക എന്ന് എനിക്ക് അറിയുന്നുണ്ട്. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇത് അടിപൊളി ഇഷ്ടമാവും കേട്ടോ. പരീക്ഷണമായിട്ടുവാണേ ചീസ് സ്റ്റഫ്ഡ് ഗാർലിക് നാൻ. സത്യത്തിൽ ഇങ്ങനെ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ മുമ്പിൽ വന്നോട്ടൊരു സാധനമാണ്. ഒരു ചേട്ടാ ഇത് ഇന്ന് കടിച്ച് പറിച്ച് കൊതിപ്പിക്കുന്നത്. എന്നാൽ ശരി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നോക്കണമല്ലോ. അപ്പോൾ അതിന് 2-3 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാം. ആദ്യം നമ്മളിതേ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇതേ ഇങ്ങനെ എടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ഇടുവാണേ. ഇനി ഒരു 1/2 കപ്പ് ഇളം ചൂടുവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ. ഇനി ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഈസ്റ്റ് ചേട്ടനൊന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ 2 കപ്പ് മൈദയാണ് വേണ്ടത്. ഞാനായതുകൊണ്ട് ഗോതമ്പ് പൊടി നടക്കത്തില്ല. അടുത്ത തവണ നമുക്ക് പരീക്ഷിക്കാം ഗോതമ്പ് പൊടി വെച്ച് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. തൽക്കാലം മൈദയിലങ്ങ് പോട്ടെ. അപ്പോൾ ഒരു 2 കപ്പ് മൈദ ഞാൻ ഇട്ടു. 1 ടീസ്പൂൺ പിങ്ക് സോൾട്ട്, 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, ഉരുക്കിയ ബട്ടർ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്നാ ഒഴിക്കാം, ഒലിവ് ഓയിൽ ഒഴിക്കാം. നമുക്ക് ബട്ടർ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ അങ്ങ് ഒഴിക്കാൻ പോവുക. ഇനി വേണ്ടത് നമുക്ക് ഗ്രീക്ക് യോഗേർട്ടാണ് നമുക്ക് വേണ്ടത്. 1/2 കപ്പാണ്. ഇത് ഞാൻ എത്ര ഇവിടെ ട്രൈ ചെയ്തിട്ടും ഈ ഒരു രീതിയിൽ വരുന്നില്ല കേട്ടോ. പണ്ടാരത്തിന് എന്താ മുടിഞ്ഞ വിലയാണെന്നറിയോ, ഇത്രയും സാധനത്തിന് 80 രൂപ. പക്ഷെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സാധനം തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്താ അളന്നെടുക്കുകയാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണേ. നമ്മുടെ ഈസ്റ്റ് ദേ പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഈസ്റ്റും കൂടെ ഒഴിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മറിച്ച് സെറ്റാക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കാനുണ്ട്. സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊങ്ങാൻ വെക്കണം. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൗളിലേക്ക് ഒരു തുണ്ട് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഉള്ളിൽ മൊത്തം അങ്ങ് പരട്ടി വെച്ചു. എന്നിട്ട് നമ്മുടെ ഡോ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് അതിനെ ഒന്ന് മൊത്തത്തിൽ ഒലിവ് ഓയിലിൽ കവർ ചെയ്തു. കുറച്ച് മുകളിൽ വരെ ഒലിവ് ഓയിൽ പാത്രത്തിൽ തേക്കണം, കാരണം ഇത് ഡബിൾ ആവും. നമുക്കിനി ഒരു ഇത് ക്ലിങ് ഫിലിമും കൊണ്ട് മൂടി ഒരു 1 അവർ വെക്കാം. ഇത് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. നമ്മുടെ ഗാർലിക് ഒരു 1-2 ക്ലൗസ് കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്. നമുക്കിത് ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ഇട്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടാം കേട്ടോ. അതിലേക്ക് നമ്മളൊരു പിഞ്ച് ഉപ്പാണ് ഇട്ടത് കേട്ടോ. ഒരു പിഞ്ച്, കൂടുതലൊന്നും വേണ്ട. ശരിക്കും ഇത് വേണ്ടത് നമ്മുടെ പാഴ്സലിയുടെ ഇലയാണ് വേണ്ടത്. പാഴ്സലിയുടെ ഇല എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒനിയൻ്റെ ഇലയും കൂടെ മുറിച്ചിട്ടു. ഇതാണ് നമ്മുടെ ഗാർലിക് ബട്ടർ. ഇത് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും ഇരിക്കും കേട്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇതാ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ വെച്ചതിനേക്കാളും ഡബിളായി. ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, പഞ്ഞി പോലെയായി. നമുക്ക് ഈക്വലായിട്ട് നമുക്ക് പിന്നെ ഒന്ന് മുറിക്കണം. നമ്മളിത് പരത്തി അതിൻ്റെ ഉള്ളിൽ ചീസ് വെക്കുകയാണ് ചെയ്യേണ്ടത്. 4 ഞാനൊരു നോർമൽ രീതിയിലുള്ള ഗാർലിക് ബ്രെഡാണ്. പിന്നെ എന്ത് സാധനമാണെങ്കിലും നമ്മളുടേതായിട്ടുള്ളൊരു ചെറിയ പരീക്ഷണം ഞാൻ ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് എന്ത് ചെയ്തു, ഒരെണ്ണത്തിലേക്ക് കുറച്ച് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഇടാൻ പോവാണേ. അപ്പോൾ ഒരു സ്പൈസി ഗാർലിക് ഞാനാണ് ഉദ്ദേശിച്ചത്. അതിനുണ്ട് ഐഡിയ? പൊളിച്ചില്ലേ? നോക്കാം. നമുക്ക് പരീക്ഷണങ്ങൾ വേണമല്ലോ. ഇനി ഒരെണ്ണം സ്പൈസ് ഒന്നും ഇല്ലാതെ പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വെളുത്ത എള്ളുണ്ടല്ലോ, വെളുത്ത എള്ള് ഇടാൻ പോവാ. ഇനി 3ാമത്തെ ഒരു ഉണ്ടയിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടു, കുറച്ച് വെളുത്ത എള്ളിട്ടു. ഇതൊന്നും പോലെ അത് ഗാർലിക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ നൈസായിട്ട്. അത് ഞാൻ കുറച്ച് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാൻ പോവാം. ഇനി ഇതിങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കുഴച്ച് മറിച്ച് ഏണ്ടോ ഐഡിയ. അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഇവിടെ എടുത്തിട്ടേക്കാണ്. ഒട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പിടി ചീസ് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ മടക്കുക. ചീസൊന്നും പുറത്ത് ചാടാത്ത രീതിയിൽ കട്ടിയിൽ വേണം വെക്കാൻ. ഇതിനിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റോളം ഒന്ന് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് പരത്തി നല്ല സെറ്റായിട്ട് ചുട്ടെടുക്കുക. ബട്ടറിലോ ഒലിവ് ഓയിലിൽ ചുട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഗാർലിക് ബട്ടർ തേച്ചാൽ നമ്മുടെ കാര്യം സെറ്റായി. നല്ല തിളച്ച ചൂടുള്ള ചീസ് സ്റ്റഫ്ഡ് ഗാർലിക് നാൻ റെഡിയാണ്. നമ്മൾ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഇതൊക്കെ കാണുമ്പോൾ നമുക്കിതൊന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാ ഞാൻ കാണിച്ചിരിക്കുന്നു. ഇനി വെറും അന്യായവരോട് ഹോട്ടലിൽ പോയി തിന്നണ്ട, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാ. ആഹാ, ചീസൊക്കെ ഇതാ ഇങ്ങനെ ഇരുന്ന് ഉരുകി, ഒരു രക്ഷയില്ല. എൻ്റെ കൈ അതിൻ്റെ കൂടെ ഉരുകുന്നുള്ള രക്ഷമാണ്. തൊടാൻ പറ്റില്ല, അത്രയും ചൂടാണ്. പക്ഷേ ഈ ചൂടോടെ ഇത് തിന്നാലാണ് ഒരു രസം ഉണ്ടാവുക എന്ന് എനിക്ക് അറിയുന്നുണ്ട്. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇത് അടിപൊളി ഇഷ്ടമാവും കേട്ടോ. ഒരു കറി വേണ്ടേ, നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു വേരിയന്റ് ഉണ്ടാക്കിയതാണിത്. നിങ്ങൾക്കറിയാലോ, മുളകിട്ടു, എള്ളിട്ടു, പിന്നെ ഗാർലിക് ഒക്കെ ഇട്ടു, ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞതാ വരുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടമായത് കൂടുതൽ കേട്ടോ. ഇടയിൽ നമ്മൾ മുളകിന്റെ ഒരു കടി, അടിപൊളി. ചീസൊക്കെ ഇതായത് വലിഞ്ഞ് ആ പൊളിച്ച്. സാധാരണ അറിയാത്ത റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പാളാറുണ്ട്.
പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വായിൽ എരിവ് വരുന്നുണ്ട്. നമ്മുടെ സസമി സീഡ്സിന്റെ, നമ്മുടെ വെളുത്ത എള്ളിന്റെ രുചി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മുളകൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ വെളുത്ത എള്ള് ഉപയോഗിക്കാൻ തോന്നുന്നു. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും എന്താ ഇത് മുളകും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ 100% പെർഫെക്റ്റ് ആയിട്ട് ഈ വായിക്കൊള്ളാത്ത പേരുള്ള സാധനങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണ ഞാനേ തിരുത്തി, നിങ്ങൾ തിരുത്തുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. കുറച്ച് ബട്ടറൊക്കെ അധികം കയറും, കുറച്ച് മൈദയും കയറും. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ നമുക്ക്. ഒരു രുചികളും നമ്മൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം അന്നമ്മ. ബൈ ബൈ.